ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ പലരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മളിത് റേഷൻ മട്ടയരിയും അതുപോലെ തന്നെ പരിപ്പും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്നും ദോശ, ഇഡ്ഡലി ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ്. അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് റേഷൻ മട്ടരിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ റേഷൻ മട്ടരിയൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് അത്ര രുചിയുള്ളതായിരിക്കില്ല. അതിൻ്റെ വേവ് കാര്യങ്ങളെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ള തരത്തിലായിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങനെ നമുക്ക് ചോറ് വെച്ചൊക്കെ കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഈ ഒരു അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൽ ഒരുപാട് ഇതേപോലെ വെള്ളം നന്നായിട്ട് തെളിഞ്ഞ് വരുന്നത് വരെ, അതായത് നമ്മളൊരു 4-5 പ്രാവശ്യമെങ്കിലും നല്ലപോലെ ഇതേപോലെ കൈവച്ച് ഞരടി അത് കഴുകി വെള്ളം മാറ്റി കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ റേഷൻ അരിയാണ്, മാത്രമല്ല നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ്. അപ്പോൾ അത് കുതിർന്ന് വരുമ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു ഓവർനൈറ്റ് മുഴുവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ രാവിലെ എടുത്ത് നോക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടി ഇതേപോലെ ഒന്ന് കഴുകിയിട്ട് ഈ ഒരു വെള്ളം മാറ്റിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിലുള്ള വെള്ളം നന്നായിട്ട് കളഞ്ഞ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന ജാറ് ഏതാണോ ആ ഒരു ജാറാണ് നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിത് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് വേണ്ടുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉപ്പാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഞാനിത് പൊടിച്ചെടുക്കുമ്പോൾ ഓരോ പ്രാവശ്യം കുറേശ്ശെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജാറ് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചായിട്ട് അരി ചേർത്തിട്ട് വേണം, നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി ഒന്നിച്ചിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്കത് അത്രയ്ക്ക് നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഒരു 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അരി മുഴുവനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഒരു പാകത്തിന് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പൊക്കെ ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാനായിട്ട് പാടില്ല. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പരിപ്പ് നന്നായിട്ട് കഴുകി തലേ ദിവസം കുതിർത്തി എടുത്തിരിക്കുന്നതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യാനായിട്ട് തന്നെ ശ്രദ്ധിക്കാം. നമ്മൾ തലേ ദിവസം തന്നെ അതൊന്ന് കുതിർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, നമ്മുടെ വീട്ടിൽ എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ട് അതിനൊക്കെ അനുസരിച്ച് വേണം നമ്മളിതിൽ കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ഒട്ടും തന്നെ ആഡ് ചെയ്യരുത്. ഈ ഒരു വെള്ളം തന്നെ മതി നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ തന്നെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കിതിൽ ചേർത്ത ഉപ്പെല്ലാം നല്ല കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. ഇനി ഞാനിത് പുട്ടുകുറ്റിയിൽ ആവി കയറ്റിയെടുക്കാനായിട്ടാണ് പോകുന്നത്. നമ്മൾ പുട്ടായിട്ടല്ല നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിയിലൊന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഈ ഒരു ടൈമിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. എന്നാലും നമുക്ക് ഇങ്ങനെ പുട്ടുകുറ്റിയിലാണ് ആവി കയറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി പുട്ടുകുറ്റിയിൽ കൊള്ളുന്ന അത്രയും തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുകളിലും കുറച്ച് തേങ്ങ ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ആവി കയറ്റിയെടുക്കാനായിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ ആവി കയറ്റിയെടുക്കാനായിട്ടാണ് പോണത്. അപ്പോൾ ആവി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമ്മളിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പുട്ട് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ടായിട്ട് മാത്രമല്ല നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ പുട്ട് ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് ഈ ഒരു
ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ട് നമുക്ക് പുട്ടായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് കഴിക്കാൻ പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ കറികൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് ഇതേപോലെ 4 കുറ്റി പുട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം പുട്ടായിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അതുപോലെ കഴിക്കാം. ഇനി ഞാനിതുകൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഒരു 5-8 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉഴുന്ന് നമുക്ക് ഓപ്ഷണലാണ്, വേണം എന്നുള്ളവർക്ക് മാത്രം അത് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ക്യാരറ്റ് ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 വറ്റൽമുളക് കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഇതിന് കുറച്ചൊരു എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് കൂടി ചേർക്കാം. അതായത് 1-2 പച്ചമുളക് മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം നമ്മൾ പച്ചമുളക് ചേർക്കാൻ വേണ്ടിയിട്ട്. നല്ല എരിവുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മുളകൊക്കെ ചേർത്താൽ മതിയായിരിക്കും. മാത്രമല്ല നമ്മൾ വറ്റൽമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ആ ഉള്ളിയുടെയും മുളകിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു മണമുണ്ട്. ആ മണം വരുന്നത് വരെ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മാത്രമല്ല ക്യാരറ്റൊക്കെ കുറച്ചൊക്കെ ഒന്ന് ചുരുങ്ങി വരാനായിട്ട് തുടങ്ങും. അതിലുള്ള ആ ഒരു കളറൊക്കെ ഇതിലേക്ക് വരാനായിട്ട് തുടങ്ങും. ആ ഒരു സമയം വരെയാണ് നമ്മളിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ അപ്പോൾ 2 കുറ്റി പുട്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 2 കുറ്റി പുട്ടിലേക്കാണ് ഞാൻ ഈ ഒരു വറവ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ പുട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വറവിട്ടതൊക്കെ എല്ലാ ഭാഗത്തും തട്ടുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതാണ് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ആ ഒരു എണ്ണയും കാര്യങ്ങളൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പലരും ഈ രീതിയിലൊന്നും തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടാവണമെന്നില്ല. ചിലർക്കെങ്കിലുമൊക്കെ അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ പലർക്കും നമ്മുടെ ഈ ഒരു റേഷൻ അരി കൊണ്ട് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി കൊണ്ട് ഇതേപോലെയൊക്കെ തയ്യാറാക്കിയെടുക്കാമെന്ന് പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അത് നമുക്കൊന്ന് സെർവ് ചെയ്ത് നോക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് റെസിപ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് പ്രത്യേകിച്ച് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പപ്പടമോ പഴമോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഇത് കഴിക്കാവുന്നതുമാണ്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നതുമായിരിക്കും കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മട്ടേരി വെച്ചിട്ട് ഇതേപോലെ പുട്ടും അതുപോലെ തന്നെ ഇതേപോലെയുള്ള ഉപ്പുമാവ് അതുപോലെ തന്നെ ഇനിയും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളൊക്കെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അതുപോലെ തന്നെ ഒരുപാട് കിച്ചൺ ടിപ്സ് എന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മുടിയുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഡൈകൾ എല്ലാം നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ നമ്മുടെ ചാനലിലേക്ക് ഒന്ന് കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.